അണ്ണാക്ക് കൊള്ളുന്ന കാലത്താരടിച്ച് സംബന്ധം ഉണ്ടാക്കാൻ ആരാ പറഞ്ഞത്? ആരാ പറഞ്ഞത്? ആരാ പറഞ്ഞത്? എന്നെ തൊടാക്കിട്ടില്ല, എന്നെ തൊടാക്കിട്ടില്ല. ഒട്ടകത്തെ കെട്ടിച്ചോ, കിട്ടിയവനെ തട്ടിച്ചോ. ഒട്ടകത്തെ കെട്ടിച്ചോ. ഈ വര കിടന്ന് വെളിയിൽ പോകരുത്. ഒട്ടകത്തെ കെട്ടിച്ചോ. മുക്കാല മുക്കാല ലൈല മുക്കാല. ആത്മഹത്യ മാരുതി ജിപ്സി തന്നെ വേണമായിരുന്നു അമ്മവാ. ലേശം തെറ്റിയായിരുന്നെങ്കിലേ ഇറച്ചിയിൽ മണ്ണായനെ. വീട്ടിൽ നിന്ന് പറഞ്ഞാണോ പോന്നെ? ആ പെമ്മിനെ പിടിക്കാൻ വരിക. കുർത്തക്കേടും കാണിച്ചിട്ടുണ്ടാവും. നിന്റെ മോൻ തേടിച്ച് സാറേ, ഞാൻ ആ ലേഡീസ് ഷോപ്പിന് മുന്നിൽ കൂടെ വരുമ്പോ എന്നെ പിടിക്കാൻ ഈ പെമ്പിള്ളേര് പുറയോടി. പെമ്പിള്ളേര് പിടിക്കുന്നത് എന്തിനാ? കൊണ്ടുപോവാൻ. അയ്യേ, ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം സാർ. ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഓടിക്കാൻ ഈ അമ്മാവനെ മാത്രമേ കിട്ടിയുള്ളൂ? ഈ നാട്ടിൽ വേറെ ആമ്പിള്ളേരും ഇല്ലേ? ഇയാൾക്ക് നല്ല സുഖമില്ല സാർ, മെന്റലി. ഇത് മെന്റലി അല്ല, ഫിസിക്കലി. അതിനുള്ള മരുന്നിനെ കളവൻ തന്നെ വേണോ? സാറേ ഞങ്ങൾ ഒന്നും പറയണ്ട. നമ്മുടെ നാട്ടിലെ പെമ്പിള്ളേർ ഇങ്ങനെ ആയിപ്പോയില്ല. ലേഡീസ് ഹോസ്റ്റലിലെ മതിലും ചാടി ഉള്ളിത്തൊപ്പിയൊക്കെ വെച്ച് ഈ കളവനെ പിടിക്കാൻ നടക്കുക. ഇയാൾ പറയുന്ന കള്ള. ഞങ്ങളുടെ ലവ് ലാൻഡിലെ. അതെ, ലവ്ലാൻ. ലവ്ലാൻ എന്ന് വെച്ചാൽ എന്താണ്? പ്രേമ തീരം. എന്നിട്ട് പ്രേമിക്കാൻ കിട്ടിയത് ഒരു കിളവനെ. അനാവശ്യം പറയരുത്. അപ്പൊ അനാവശ്യം കാണിക്കല്ലേ? ഞങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കണ്ട. ഇയാളെ വിട്ടുതരണം. വിട്ടുകൊടുത്താൽ എന്റെ ശവമായിരിക്കും ബാക്കി. എന്റെ ഭാര്യയും പിള്ളേര് അനാഥരാകും. ലേശം അറിയുന്ന മോളെ, അല്ലെങ്കിൽ മുട്ടും. ഇയാളെ വിട്ടുതരാൻ പറ്റില്ല. മാത്രമല്ല, ഇയാളെ ഞാൻ കൊണ്ടുപോവാ. നിങ്ങൾ കാര്യം അറിയാതെ. അറിഞ്ഞിടത്തോളം ഒക്കെ മതി. അറിയേ അമ്മ കയറി. നീ പറയില്ലേക്കാ അമ്മ. അങ്ങനെ വയറിൽ മുട്ടാതെ അങ്ങനെ അറിയടേ. ഞങ്ങൾ സമ്മതിക്കില്ല. സൈഡ് പ്ലീസ്. ഇയാളെ കൊണ്ടുപോയി നിങ്ങൾ അനുഭവിക്കുക സർ. പ്ലീസ് ഇയാളെ കൊണ്ടുപോകണ്ട സാർ. കണ്ടിട്ട് എത്ര ചെയ്യാൻ തോന്നുന്നില്ല. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് സർ. ഈ അമ്മാന്റെ അടുത്ത് കളിക്കുന്ന പോലെ എന്റെ അടുത്ത് കളിക്കില്ലേ? 3-ാം മാസം പച്ചമാങ്ങയിലെ പുളി ചോദിക്കും. ഓ ഏതായാലും ആ പെമ്പിള്ളേരെ രക്ഷപ്പെട്ടു നന്നായി. സാറ് വന്നില്ലായിരുന്നെങ്കിൽ എന്റെ പൊടി പോലും കാണില്ലായിരുന്നു. ഇങ്ങനെയുള്ള പൊടി പോലും കാണാതിരിക്കുന്നത് നല്ലത്. എനിക്ക് ഈ ചെറുക്കന്റെ വർത്താനം തീരെ പിടിക്കുന്നില്ല കേട്ടോ. ഓട്ടെ അമ്മവ, അവൻ അങ്ങനെയാ. നാട്ടിൽ നിന്ന് എന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി അമ്മ അയച്ചതാ. ഇപ്പൊ എന്റെ അച്ഛനാന്നാ അവന്റെ വിചാരം. ആ അതൊക്കെ പോട്ടെ. ചേട്ടൻ എവിടെയാ ഇറങ്ങേണ്ടത്? എന്റെ വീട്ടിലെ. വീട് എവിടെയാ? ഇവിടെ അടുത്താ. അടുത്തെന്ന് വെച്ചാ? തൃശ്ശൂര്. പോക്കാണെന്ന് തുടങ്ങിയിട്ട് എത്ര നാളായി? 5-6 കൊല്ലമായി. ദേഹോപദ്രം ഉണ്ടോ? ഉണ്ടല്ലോ. പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടെണ്ണായുടെ വല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടെണ്ണായുടെ വല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. ഗുണമില്ലേ? ഒരബദ്ധമൊക്കെ ആർക്കും പറ്റും. ഭ്രാന്ത് എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ ഉണ്ടാവുമോ? ഇത് ആളെ കൊല്ലാനല്ലേ വരുന്നത്. നിങ്ങൾ തന്നെ ചെന്ന് അദ്ദേഹത്തെ അഴിച്ചെടുത്തോളൂ. വേണ്ട, രക്ഷപ്പെടുത്തി കൊണ്ടുപോയതല്ലേ, കൊണ്ടുപോക്കോളൂ. അയ്യോ, ഈ സാധനത്തിൽ കൊണ്ടുപോയിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? വരൂ നമുക്ക് പോവാം. ചതിക്കരുത്. ഇനി മേലിൽ ഇങ്ങനെ ഒരു അബദ്ധം പറ്റില്ല സിസ്റ്റേഴ്സ്. എന്തൊരു വീരവാദമായിരുന്നു. ഒരു രക്ഷകൻ. നിങ്ങളൊക്കെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ വേണ്ടത്. എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. ഈ കുട്ടിച്ചാത്താൻ ഒന്ന് കൊണ്ടുപോയി തന്നാ മതി. അഴിച്ചു വിടൂ ഇയാളെ. അഴിച്ചുവിട്ടോളൂ. ആ ലോഡൊന്നും ഇറക്കിക്കോളൂ. വേഗം മോളും ചെല്ലേ. പെട്ടെന്ന്. ഇങ്ങോട്ട് വരണ്ട, എന്നെ അഴിച്ചു വിടണ്ട. സ്നേഹമില്ലാത്ത സാധനങ്ങൾ.
അയ്യോ പണ്ടാരടങ്ങാൻ. പാടാം പാടാം ഓ, ശല്യം. ആരോമശേഖവർക്ക് വട്ടുപിടിച്ച കഥകൾ. നിങ്ങൾ കൊട്ടുപിടിക്കില്ല, അങ്ങനെ വീരനായകനല്ലേ? ഓമലാളെ കണ്ടു ഞാൻ പൂനിലാവില്. ഹലോ. ഇനി എപ്പോഴെങ്കിലും ഇങ്ങനെ ചാടി പോവാണെങ്കിലേ പിടിച്ചേരാൻ എന്നെ വിളിച്ചാൽ മതി. ദിസ് ഇസ് മൈ അഡ്രസ്. വിജയകൃഷ്ണൻ, സൂപ്രണ്ട് ഓഫ് പോലീസ്, ഊട്ടി. ഒരാഴ്ചക്കുള്ളിൽ ജോയിൻ ചെയ്യും. അതിനു മുമ്പ് അറ്റ്മോസ്ഫിയർ ഒക്കെ ആയിട്ടൊന്ന് പൊരുത്തപ്പെടാൻ വേണ്ടി വന്നതാ. സീ യു, ബൈ. എന്തോ നാട്ടിൽ നിന്ന് ഊട്ടിക്ക് ട്രാൻസ്ഫർ ആയി വന്ന പിന്നെ നിനക്ക് ജോലി കൂടിയില്ലേ? ജോലിയൊക്കെ സ്വന്തമായിട്ട് തന്നെയല്ലേ ചെയ്യുന്നേ? അതൊക്കെ ഇനി ഒരാഴ്ചത്തേക്ക്. ഞാൻ ചാർജ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നല്ല നല്ല പോലീസുകാരെ കൊണ്ടുവരണം ഇവിടുത്തെ പണിയൊക്കെ ചെയ്യാൻ. ഒറ്റ ചവിട്ട് വെച്ച് വന്നുണ്ടല്ലോ. ഓ, അമ്മ ഏത് നേരത്താണ് ഇങ്ങനെ ഒരു ശവത്തിന് എന്റെ തലയിൽ കെട്ടിവെച്ചത്? പെണ്ണേട്ടാ പറഞ്ഞ് കേൾക്കാനിട്ട്. അത് തന്നെയാ ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. അമ്മയുടെ ആഗ്രഹം ഞാനങ്ങ് സാധിച്ചു കൊടുക്കാൻ പോവാ. അതെടാ, ഞാനൊരു പെണ്ണെ കണ്ടുവച്ചിട്ടുണ്ട്. കൊള്ളാലോ. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ആ ലവ് ലാൻഡിലെ പെണ്ണ്? ആ, ഒരു അമ്മാവന്റെ പുറകെ ഓടി വന്നടാ. അയ്യോ, അത് പെണ്ണാണോ? ഏ? എനിക്കിവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. അത് തന്നെയാടാ എനിക്കും വേണ്ടത്. ഞാൻ ഈ പോലീസിലൊക്കെ ആയതുകൊണ്ട് പല സാഹസികമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോകേണ്ടി വരും. അപ്പോഴേക്ക് എനിക്ക് പറ്റിയൊരു കൂട്ടം അവള് തന്നെയാ. അതിനേക്കാളും നല്ലത് വേറെ ഒരുത്തിയാ. അതാരാ? പൂലാന്തേവി. പൂലാദേവി നിന്റെ മറ്റേ പോലീസുകാരുടെ ഭാഷ എന്നെ കൊണ്ട് പറയരുതട്ടാ. ലവ് ആണോ? സീരിയസ്? എങ്കിലും ഞങ്ങൾ മുതിർന്നതൊന്ന് ആലോചിക്കട്ടെ. അതിനുമുമ്പ് പ്രേമാണെന്ന് പറഞ്ഞ് മരം ചുറ്റി കളിച്ചാ അമ്മയെ കൊണ്ട് ചെവി ഞാൻ പൊന്നാക്കി. എന്ത് വേണമെങ്കിലും ചെയ്തോളാമേ. തെണ്ടിച്ചക്ക. ഒരു തെണ്ടി പൂജയിൽ നടക്കണ്ടായിരുന്നു. അതിന്റെ കാര്യം പറഞ്ഞ മിനിസ്റ്റർ വരുമെന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ. ഏതെങ്കിലും മിനിസ്റ്റർമാര് പറഞ്ഞ സമയത്തിന് വന്നിട്ടുണ്ടാ? ഞങ്ങൾ ആഭ്യന്തരമന്ത്രിയെ കുറ്റം പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാലെന്താ നിരുത്തരവാദിത്വം അടിച്ച ഷേപ്പ്. നിങ്ങളൊന്ന് മിണ്ടാതിരി. മിനിസ്റ്റർ വരുന്നുണ്ട്. നമസ്കാരം. നമസ്കാരം. ഇതെന്താ പാർട്ടി ഓഫീസോ? ഇവിടെ മാതിരി ഇടപാടൊന്നും വേണ്ട. നമ്മൾ കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കാൻ വെച്ചിട്ട് അവിടെ വന്നതന്നെ. വരൂ സർ. സാർ വേണം. ഈ പൂ നീർത്തോ. മിനിസ്റ്റർ വല്ലാതെ ക്ഷീണിച്ചു പോലോ. അതെങ്ങനെ? ഈ കസാര നിലനിർത്താനുള്ള പെടാപ്പാടിനിടയ്ക്ക് റെസ്റ്റ് എടുക്കുന്ന ഒരു ഭരിക്കാൻ വരെ മറന്നോളൂ. ഞങ്ങൾ കോഴിക്കോട്ടുകാരാ. കോഴിക്കോട് മലപ്പുറം ഇപ്പൊ വലിയ വ്യത്യാസം ഉണ്ടോ? ഒത്തിരി ഉള്ളവരായിട്ട് ഓടിക്കുന്നെന്തിനാ? എന്നെ വെറുതെ ഓടിക്കരുത്. കേൾക്കുന്ന ഈ കുള്ളൻ എന്നെ അകത്തേക്ക് കടത്തി വിട്ടില്ല. എല്ലാം തല്ലി തേർത്ത് ഞാൻ ഓടി. കുറെ ഇയാൾ ഓടി. പർമ്മത്തേക്ക് കയ്യറോ. ഇങ്ങോട്ട് മാറിക്കേ. അകത്തെ എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ഞാനാ രുദ്രൻപിള്ള. ഏത് രുദ്രൻപിള്ള? അയ്യോ, കണ്ടശാങ്കടവ് സ്കൂളിൽ 3ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ച രുദ്രൻപിള്ള. ഉച്ചക്കഞ്ഞി രുദ്രൻപിള്ള. ഓ, രുദ്രൻ. കഞ്ഞി രുദ്രൻ. നീ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാനൊരു ഗതികേടിലായിപ്പോയി. അങ്ങനെ ഞാനൊരു പാവം പോലീസ് കോൺസ്റ്റബിൾ ആണ്. പെൻഷൻ പറ്റാ ഇനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. വല്ല കാര്യം ഉണ്ടായിരുന്നു. ഞാൻ അന്നേ പറഞ്ഞതാണ്, ഒരു ക്ലാസ്സിനും തോക്കാതെ ചന്ദ്രഗുപ്ത മൗര്യൻ കിണർ കുഴിച്ച കഥയും ഈച്ച പൂച്ചായ ചരിത്രവും പഠിച്ചുകൊണ്ടിരിക്കാതെ വല്ല ട്രാൻസ്പോർട്ട് ബസ്സിന് കല്ലെറിയാനോ മാഷുമാരെ തല്ലാനോ നടന്നിരുന്നെങ്കിൽ ചുരുങ്ങിയത് ഒരു MLA ആവായിരുന്നു. എന്തേ അങ്ങത്തെ അന്ന് അതൊക്കെ ചെയ്യായിരുന്നത് വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ട് എന്ത് ഫലം? തോന്നുന്നത് തോന്നിയ പോലെ ചെയ്യണം. അതാണ് പോളിടെക്നിക്. പോളിടെക്നിക്? അതേടോ രാഷ്ട്രീയം. മിനിസ്റ്ററുടെ ക്ലാസ്മേറ്റ് ആണെന്ന് തോന്നുന്നു. അതെ, ഞങ്ങൾ ഒരേ സ്റ്റാൻഡേർഡാ. ഞാൻ ഇവിടെ എന്തിനു വന്നു? എന്റെ പണി പോയി. വളരെ ഉപകാരം. അങ്ങനെ കണ്ടൊരു നിവേദനം സമർപ്പിക്കാൻ കുറെ നാളായി ഞാൻ പുറകെ നടക്കുക. ഇപ്പോഴാ പിടികിട്ടിയത്. എന്തിനു ഇവിടെ വെച്ച് പിടിച്ചത്? ഇതൊക്കെ കേരളത്തിൽ വെച്ച് തന്നാ പോരെ? അതങ്ങനെ ഇലക്ഷന് 2 വോട്ടിന് ജയിച്ച് മന്ത്രിയായ പിന്നെ അങ്ങനെ കേരളം കണ്ടിട്ടില്ലല്ലോ. എന്താന്നറിയില്ല. കേരളത്തിലെ കാലാവസ്ഥ എനിക്ക് പിടിക്കുന്നേ ഇല്ല. ഇവിടത്തെ എങ്ങനെയാ? ഇവിടെ വലിയ കുഴപ്പമില്ല. എനിക്കും ഒന്ന് പറയുന്നേ. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് കളിക്കൂട്ടുകാരാ. ഞാൻ ടയോട്ടാണ്. എന്താ? ഞാൻ ടയോട്ടാണ്. ഞാൻ ക്ഷീണിതനാണ്. അതെ, ഞാൻ കുറച്ച് ദിവസം ഇവിടെ കാണും. ഇയാൾക്കൊരു മുറി കൊടുക്കും ഇവിടെ. ശരി സാർ. അതെ, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഒഫീഷ്യലായിട്ട് പറയാനുണ്ട്. അതെ, ഓഫീസിൽ പോയിട്ട് നമുക്ക് പിന്നെ പറയാം. എനിക്ക് ഡൽഹിക്ക് അടിയന്തരമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ഓടാണ് എന്റെ മുറി. വരൂ സാർ. എന്റെ മുറി തരാം. വെയിറ്റ് ചെയ്യണം.